PM saying अब की बार 400 पार in Kerala they are going to win 10. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. अब की बार 400 पार in Kerala they are going to win 10. എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല. സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അതില് 0 ഉണ്ടാവും, മറ്റേ 1 ഉണ്ടാവില്ലാത്ത മാത്രം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM BJP അന്തർധാരയുണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും. ഗോൾവാൾക്കറുടെ മുമ്പിൽ താണ് വണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ. ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമ പ്രവർത്തകൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ, അതല്ലേ പ്രധാനമായി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്. ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി നമുക്ക് പിന്നീട്. ഞാൻ പോകുന്നു. ബൈ ബൈ.